ഹലോ മക്കളെ, സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ വെറും 30 മിനിറ്റിനുള്ളിൽ ഞാൻ മൊത്തം പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ കാണാൻ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് മൊത്തം കണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഈക്വൽ ട്രയാങ്കിൾസ്. ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ. ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട് പഠിക്കാൻ. ആ റൂൾസ് അനുസരിച്ച് ചെയ്താൽ ഈ ചാപ്റ്റർ ഈസിയാണ്. ഓക്കെ, ആ റൂൾസ് ഞാൻ ആദ്യം ഒരു ഐഡിയ തരാം. എസ് 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 എ എസ് എ എസ് എ ഓർഡർ മാറ്റരുത് കേട്ടോ. സാ 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 ആ സാ ആ സാ ഹാ എങ്ങനെ വേണം നിങ്ങൾ പഠിച്ചോ. ഈ 3 റൂൾ പഠിക്കണം. എസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സൈഡ് അഥവാ വശം, അതാണ് എസ്. എ എന്ന് പറയുമ്പോൾ എന്താണ്? ആംഗിൾ, കോണിനെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് 3 റൂൾ പഠിച്ചാൽ സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ RHS റൂൾ ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അത് വരാറില്ല. ഓക്കെ, ലെറ്റ് us ബിഗിൻ. പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പെട്ടിയാണ്. ഇഫ് ദ ലെങ്ത്സ് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ ആർ സെയിം, ദെയർ ആംഗിൾസ് ആർ ഓൾസോ സെയിം. രണ്ട് ട്രയാങ്കിളിലെ 2 സൈഡുകളിലെ 2 ലെങ്ത് സെയിം ആണെങ്കിൽ ആ 2 സൈഡിൻ്റെ ആംഗിൾസ് സെയിം ആണ്. നോക്കിയേ, ഇപ്പോൾ നോക്കിയാൽ 4ഉം 6ഉം 3. ഓക്കെ, ഇവിടെ 4ഉം 6ഉം 3. ഒരേ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ തന്നെയാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഈ ട്രക്ക് കണ്ടു. ഈ ട്രക്ക് ഞാൻ ഇങ്ങനെ വെച്ചാലും സെയിം ട്രക്ക് അല്ലേ? ഇങ്ങനെ വെച്ചാലും സെയിം ട്രക്ക് അല്ലേ? സെയിം ട്രക്ക് തന്നെയാണ്. അതേപോലെ ട്രയാങ്കിൾ 2 സാർ ഇത് അതങ്ങനെ സെയിം ലെങ്ത് ആണ്. അപ്പോൾ സെയിം ട്രയാങ്കിൾ തന്നെയാണ്. തിരിച്ചു മറിച്ചൊന്നും വിഷയമല്ല. ഈ ട്രക്ക് തന്നെ ഇങ്ങനെ വെച്ചു, ഞാൻ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചേ, അതുപോലെ ഇങ്ങനെ തിരിച്ചാലും സെയിം ട്രക്കാ. ട്രയാങ്കിളിലും സാർ അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവനെ ഞാൻ ഇങ്ങനെ മറിച്ചാലും ഇങ്ങനെ വെച്ചാലും സെയിം അല്ലേ? അതേപോലെ നോക്കിയേ, ഈ 6 ട്രയാങ്കിളും സെയിം ട്രയാങ്കിളാണ്. 6 ത്രികോണവും സെയിം തന്നെയാണ്, ഈക്വൽ ആണ്, സെയിം ആണ്, വിഷയമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാൻ രസമുള്ളൊരു കാര്യം നോക്കിയാൽ 5, 3, 6. ഓക്കെ, ഇവിടെ 5, 3, 6 അല്ല 3, 5, 6. 3, 5, 6 തന്നു. ഇവിടെയും 3, 5, 6 തന്നു. ബട്ട് ഹൗ ഡു വി ഫൈൻഡ് വിച്ച് ആംഗിൾ ഇസ് ഈക്വൽ ടു വിച്ച്? ഏത് ആംഗിളാണ് ഇതിൽ ഏതായിട്ട് ഈക്വൽ? ഭയങ്കര സിമ്പിളാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലായി. ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇവിടെ 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. 3 ലെങ്ത്തുകൾ ഈക്വലാ മക്കളെ. 3 സൈഡുകൾ ആ ട്രയാങ്കിളിലെ 3 ട്രയാങ്കിൾ, ഈ 3 സൈഡ് ഈ ട്രയാങ്കിൾ ഈക്വൽ. അപ്പോൾ നമ്മൾ എസ് റൂൾ വെച്ചിട്ട് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറയും. ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് പറയും. ഓക്കെ, ഈക്വൽ എന്ന് പറയും. ഓക്കെ, എസ് റൂൾ വെച്ചിട്ട്, കാരണം 5, 5, 6, 6, 3, 3, അപ്പോൾ ഈക്വൽ ആണ്. പക്ഷെ ഏത് ആംഗിളാണ്? 3 ട്രയാങ്കിളിൽ 3 സൈഡ് ഈക്വൽ ആണെങ്കിൽ എസ് വെച്ചിട്ട് ഈക്വൽ ആണ്. ഈക്വൽ ട്രയാങ്കിളിൽ ഈക്വൽ ആംഗിൾസും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 3ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ. ഓക്കെ, ഈ 3ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സെയിമാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ ഏതുവരെ? ഈ സി എന്ന് പറയുന്ന ഈ ആംഗിളും ക്യൂ എന്ന് പറയുന്ന ആംഗിൾ. കാരണം എന്താ? 3 ഇവിടെയുണ്ട്, 3യും 3 ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിൾസ് ഈക്വലാ. ഓക്കെ, അപ്പോൾ ഏത് സൈഡാണ് ഈക്വൽ? അവരുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ. അപ്പം ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. അടുത്തെന്താണ്? ഇവിടെ 6ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള എ, 6ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള എ, ഇവിടെ 6ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആർ ആയിട്ട് ഈക്വലാ. അപ്പം ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇനി മൂന്നാമത്തെ ഇടയാൻ പറയണോ? 5ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ബിയും 5ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള പിയും ഈക്വൽ ആണ്. അപ്പം ഏത് സൈഡാണ് ഈക്വൽ? ഇപ്പോൾ 5ഉം 5 ഈക്വലാ, അവരുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ. അവരുടെ ഓപ്പോസിറ്റ്, അവരുടെ സൈഡ് ഇപ്പുറത്തല്ല, ഓപ്പോസിറ്റ് അങ്ങനെ തന്നെ ആലോചിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇഫ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾസ് ആർ സെയിം, ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ദാറ്റ് ഈക്വൽ ലെങ്ത്സ് ആർ ഓൾസോ സെയിം. ഞാൻ പറഞ്ഞില്ലേ, 5ഉം 5ഉം ഈക്വൽ ആണെങ്കിൽ അവർ ഓപ്പോസിറ്റുള്ള ആംഗിൾസും സെയിം ആണ് ഈക്വൽ ട്രയാങ്കിൾസിൽ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ എ ബി ക്യു ആർ ഈക്വൽ. നോട്ട് ചെയ്ത് എ ബിയും ക്യു ആറും ഈക്വലാണ്. അപ്പോൾ ഒരു വര വരച്ചു, അവർ 2 ഈക്വലാന്ന് പറയുമ്പം ബി സി 2 വര, ബി സിയും ആർ പിയും ഈക്വൽ, 2 സൈഡ് ഈക്വലാ. ഓക്കെ, മൂന്നാമത്തെ സൈഡ് ഏതാ? സി എ ആരായിട്ട്? പിക്ക് വേണ്ടി ഈക്വൽ. അപ്പോൾ മക്കളെ ഒന്നും പറയാനില്ല. ബൈ എസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ. അതിന് പറയേണ്ട ആവശ്യമില്ല, തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി. ആദ്യം നിങ്ങൾ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യും. സി എന്നുള്ള ആംഗിൾ എത്രയാണെന്ന് പറ. വെരി സിമ്പിൾ. 2 ആംഗിൾ തന്നിട്ടുണ്ട്, 16, 40. അപ്പോൾ എത്രയാ? 180 ഡിഗ്രി. 16, 40 ആഡ് ചെയ്തത് 100. അപ്പോൾ എത്ര? 80 ഡിഗ്രിയാണ് വരും. ഇവിടെ 80 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി 80യും ഇതും കൂട്ടിയാൽ 180 കിട്ടണം. ഓക്കെ, ഇനി ഓൾ ആംഗിൾസ് ഓഫ് പി ക്യു ആർ കണ്ടുപിടിക്കാം. എല്ലാ ആംഗിൾസും പി ക്യു ആർ കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കി ഭയങ്കര സിമ്പിളാണ്.
അവിടെ എ ബി ഈക്വൽ ആണ് ആരോട്? ആർ ക്യു. എ ബിൻ്റെ ഓപ്പോസിറ്റ് 80 ആണെങ്കിൽ ആർ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് 80 കഴിഞ്ഞു. അപ്പോൾ ആംഗിൾ പി കിട്ടി. ബി സിയും പി ആർ ഈക്വൽ, ബി സിയും പി ആർ ഈക്വൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 40, ഇവൻ്റെ ഓപ്പോസിറ്റുള്ള 40. ഇനി നോക്കാനില്ല, ഒരു ആംഗിളും കൂടിയുള്ള 60, അതിവിടെ വരുള്ളൂ. കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ. രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ഈക്വൽ ലെങ്ത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. തുല്യ നീളമുള്ള വശങ്ങളുടെ എതിർവശമായ എതിർ കോണുകൾ തുല്യമാണ്. അതിവിടെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ബ്ലൂ ബ്ലൂ ബ്ലൂ. ഇനി സെക്കൻഡ് റൂളാണ് ഇവിടെ പറയുന്നത്. ഇത്രയുള്ള റൂൾ ഇസ് വെരി സിമ്പിൾ. SAS. Okay, if the length of one side and two angles on its ends are equal, then third angles. ഇത്രയുള്ള ASA. മക്കളെ, ഒരു സൈഡ് ഈക്വലാണ്, ഈ ട്രയാങ്കിളും ആ ട്രയാങ്കിളും തമ്മിൽ. അവരപ്പുറത്ത് ഇപ്പുറത്തുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആണ്. ട്രയാങ്കിൾസ് ഈക്വൽ, ത്രികോണങ്ങൾ ഈക്വൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നോക്കിയാൽ ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 4, ഇവിടെ 5. ഓക്കെ, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 4, ഇവിടെ 5. ശ്രദ്ധിക്കണം. രണ്ട്, ഞാൻ ഇവിടെ SAS ആയിപ്പോൾ അല്ലേ, നമുക്ക് ASA വേണ്ടത്. സെയിം ക്വസ്റ്റ്യൻ നമ്പർ. ഓക്കെ, ഇവിടെ നോക്കിയാൽ 60, ഇവിടെ 30, ഇവിടെ 60, ഇവിടെ 30. ഓക്കെ, ഇവിടെ 7, ഇവിടെ 7. ശ്രദ്ധിക്കുക, 30 ഡിഗ്രി ഉണ്ട്, 30 ഡിഗ്രി ഉണ്ട്. ഓർഡർ നോക്കിയാൽ തിരിച്ചും മറിച്ചും ട്രയാങ്കിൾ വരാമെന്നറിയാലോ. ഓക്കെ, അപ്പം നോക്കിയാൽ 30 ഉണ്ട്, 30 ഉണ്ട്, 7 ഉണ്ട്, 7 ഉണ്ട്, അതിനടുത്തോടെ തന്നെ. ഓക്കെ, നോക്കിയേ, ഇനി മറ്റേ സൈഡിൽ ഓക്കെ 7ൻ്റെ മറ്റേ സൈഡിൽ 60 ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ASA രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് സൈഡ്. അവിടെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ ഈക്വൽ ആവൂല. രണ്ട് ആംഗിൾ ഈക്വൽ ഇതാ ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആയിട്ട് കാര്യമില്ല. രണ്ട് ആംഗിളും ഈക്വൽ ആണ്, അതിൻ്റെ ഇടയ്ക്കുള്ള സൈഡ് ഈക്വൽ ആവണം, അതിൻ്റെ ഇടയിലുള്ള സൈഡ് ഈക്വൽ ആവണം. അതാണ് ASA. ഞാൻ AAS എന്ന് പറയില്ല, SAA എന്ന് പറയില്ല, എപ്പോഴെന്താ പറയാ ASA. അപ്പൊ എന്താ, ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഇവ രണ്ടാളും തുല്യ ത്രികോണങ്ങളാണ്. രണ്ടാംഗിളും അവരുടെ ഇടയിലുള്ള സൈഡും ആയിരിക്കണം ഈക്വൽ. ഓക്കെ, അപ്പോൾ ASA റൂൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബാ, in each pair of triangles below find the sides of triangle on the right equal to side of. അപ്പോൾ ഇതിൽ ഇവിടെയും ഇവിടെ ഈക്വൽ ആയ സൈഡുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ASA പഠിച്ചു, ASA ക്വസ്റ്റ്യൻ ആയിരിക്കും. നോക്കിയാൽ 50, 70 അതിൻ്റെ ഇടയ്ക്ക് 3, ഇവിടെയും 50, 70 അതിൻ്റെ ഇടയ്ക്ക് 3. അപ്പോൾ നമുക്ക് പറയാം എന്താ, ABC is equal to എന്താണ്, is congruent എന്നുള്ള സിമ്പിളാണ്. നിങ്ങളത് പഠിക്കേണ്ട, എന്താ ഈക്വൽ ട്രയാങ്കിൾ ആണ്. എന്താണ് PQR. ഓക്കെ, PQR രണ്ട് ഈക്വൽ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണ്, ബൈ ASA എന്ന് എഴുതി, ASA റൂൾ, ASA. ഓക്കെ, അപ്പോൾ ഇനി ഏത് സൈഡ് ഏതിനോട് ഈക്വൽ? ഫസ്റ്റ് തന്നെ ഭയങ്കര സിമ്പിൾ. 3 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്, 3 സെൻറ്റിമീറ്റർ ഇവിടെ ഉണ്ട്, സാർ സംശയമില്ല. 50 ഡിഗ്രിനോട് ഓപ്പോസിറ്റ് ആയ PQ 50 ഡിഗ്രി ഓപ്പോസിറ്റിനോട് ഇവനോട് ഈക്വൽ. കാരണം 15ൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും അത് തന്നെ. അപ്പോൾ നോക്കിയാൽ 15ൻ്റെ ഓപ്പോസിറ്റ് ആയ BC ഇവിടെ 15 ഓപ്പോസിറ്റ് ആയ PQ ആയിട്ട് ഈക്വൽ ആയ സിമ്പിൾ. ഇനി ഒരു സൈഡും കൂടെ ബാക്കിയുള്ളൂ. ഏതാ? നോക്കിയേ, 17ൻ്റെ ഓപ്പോസിറ്റ് ആയ AC, 17ൻ്റെ ഓപ്പോസിറ്റ് ആയത് ഇത് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ്. ഇത് നിങ്ങളങ്ങ് ട്രൈ ചെയ്യാം. എല്ലാം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, അപ്പം ഇതാണ് ASA. ഇനി ഒരു റൂളും കൂടി ഞാൻ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ചിട്ടതാ. എന്താണ് റൂള്? 2 sides. SAS. ഇതിപ്പോഴേ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഒരു ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡുകൾ, ഒരു ആംഗിൾ ഈക്വൽ ആയിരിക്കണം മറ്റേ ട്രയാങ്കിളായിട്ട്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ ഈക്വലാണ്. ആ ട്രയാങ്കിൾ ഈക്വൽ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ 5, 4, ഇവിടെയും 5ഉം 4ഉം ഉണ്ട്. അതിനിടയ്ക്ക് എന്താ 40, അതിനിടയ്ക്ക് 40. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണോ? യെസ്, ബൈ SAS. സാർ ഇവിടെ 544 ആണ്, ഇവിടെ 445 ആണ്. അത് കുഴപ്പമില്ലല്ല. സി 4ഉം 5ൻ്റെ ഇടയ്ക്ക് 40 ആണോ? അത്രേ ഉള്ളൂ നോക്കണ്ട, അത്രേ ഉള്ളൂ. ഇങ്ങനെ അങ്ങനെ നോക്കണ്ട. ഓക്കെ, 4ഉം 5ൻ്റെ ഇടയ്ക്ക് 40, SAS വെച്ചിട്ട് ഈക്വലാ. ഇവിടെ നോക്കിയാൽ 5ഉം 44ൻ്റെ ഇടയ്ക്ക് 40 ഈക്വലാ. SAS വെച്ചിട്ട് ഈക്വലാണ്, തുല്യമാണ്, അതിലൊരു സംശയമില്ല. അതാണ് ഇവിടെ ഇംഗ്ലീഷിൽ അങ്ങ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വേറെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങൾ പാരലോഗ്രാമിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പാരലോഗ്രാമിൻ്റെ കാര്യം ഞാൻ സമ്മറി ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഒരു പാരലോഗ്രാം അഥവാ സാമാന്തരികം എന്ന് പറയുന്നത്? ഇത്രേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക, പാരലെലോഗ്രാം. വാട്ട് ഈസ് എ പാരലെലോഗ്രാം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് പ്രൂഫായിട്ട് കാണിക്കാൻ പറയുന്നുണ്ട്. നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത്
ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ എതിർവശങ്ങൾ തുല്യമാണ്. സാമാന്തരികത്തിൻ്റെ കാര്യമായിട്ട് പറയാം, സാമാന്തരികം. ഓക്കെ, ഇവിടെ ഇവനും ഇയാളും ഈക്വലാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം. ആൻഡ് ഇയാളും ഈക്വലാണ്, ഓപ്പോസിറ്റായ സൈഡുകൾ ഈക്വലാണ്. ഓക്കെ, ഫസ്റ്റ് കാര്യം. സെക്കൻഡ് കാര്യം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. എതിർവശങ്ങൾ പാരലലാണ്, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. പാരലൽ അങ്ങനെ പറയുമ്പോൾ ഇവനും പാരലലാണ്, ഇവനും പാരലലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ്, ഇതും സെയിം നീളമാണ്, ഇതും സെയിം നീളമാണ്. ഓക്കെ, ഇയാൾ പാരലലാണ്, ഇയാളും പാരലലാണ്, സമാന്തരമാണ്. ഇതൊന്ന് പഠിച്ച് വെക്കുക. ഓക്കെ, അത് നമ്മൾ ഓരോ ട്രയാങ്കിൾ വെച്ചിട്ടൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, റെഡി. എന്നാൽ ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയാൽ. ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ. ഈ പച്ച വരകൾ പാരലൽ ആണെന്ന് പറയുന്നു. ആൻഡ് ഓഫ് സെയിം ലെങ്ത്. ഓക്കെ, സെയിം നീളമാണ്. വൺ ഇസ് ഡ്രോൺ ഫ്രം ദ എൻഡ് ഓഫ് ദ ഹൊറിസോണ്ടൽ. ഈ ബ്ലൂ ലൈനിൻ്റെ നോക്കിയേ മിഡ് പോയിന്റിൽ നിന്നാണ്. ഒരെണ്ണം ഈ ബ്ലൂ ലൈനിൻ്റെ അറ്റത്തു നിന്നാണ് വരയ്ക്കുന്നത്, എൻഡ്. ഓക്കെ, ഈ നീല വരയുടെ അറ്റത്തു നിന്നാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ, എൻ്റെ മലയാളം ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഓക്കെ, മറ്റേതോ ഇതെവിടെ നിന്നാണ് വരയ്ക്കുന്നത്? ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ദ ബ്ലൂ ലൈൻ. ഓക്കെ, സിമ്പിളാണെന്ന് നോക്കിയാൽ പറഞ്ഞെന്താണ്? ഇത് രണ്ടും പാരല, പച്ചയും പാരലാണ്, പച്ചയും ഈക്വൽ. അപ്പം നോക്കിയാൽ ഇവർ ഈക്വൽ ആണ്, ഞാൻ വരച്ചിട്ടുണ്ട്, പാരലുമാണ്. ഓക്കെ, ഇനി ഇത് ഇവിടെ തുടങ്ങുന്നത് ഈ ബ്ലൂവിൻ്റെ മിഡ് പോയിൻ്റാണ്. ഈ ബ്ലൂവിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഈക്വൽ അല്ലേ? ആ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ പകുതി മുറിക്കില്ല. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഭാഷയിൽ നിന്ന് വന്നാൽ മനസ്സിലാക്കേണ്ടത്. രണ്ട് സൈഡ് ഈക്വലാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച മക്കളെ, രണ്ട് പാരലൽ ലൈൻ വരുമ്പോൾ ഒരു ലൈനിനെ മുറിക്കുന്ന ഈ ആംഗിൾ സെയിം അല്ലേ? അത് നിങ്ങൾ പഠിച്ചിട്ടില്ല. നോക്കിയേ, രണ്ട് പാരലൽ ലൈൻ വരുമ്പം ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ്, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴേക്കും കുറച്ചുകൂടി മനസ്സിലാവും അല്ലേ? സാർ ഈ ആംഗിൾ ഈക്വൽ. അതേപോലെ ഈ പാരലൽ ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മതി. ഇത് അപ്പോൾ ഈ പച്ച പാരലാന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഈ ആംഗിൾ ഈക്വലാ, ഈ ആംഗിൾ ഈക്വലാ. സിമ്പിൾ. അപ്പം നോക്കുക, ഇവിടെ സൈഡ് ആംഗിൾ സൈഡ് ബൈ SAS ദേ ആർ ഈക്വൽ. രണ്ട് ട്രയാങ്കിളും ദേ ആർ ഈക്വൽ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പേരൊക്കെ ഇട്ട് എഴുതുക. റെഡ് ലൈൻസ് പാരലൽ ആണോ? യെസ്, റെഡ് ലൈനുകൾ പാരലൽ ആവാൻ കാരണം എന്താ? സാർ ഇതും പാരലാന്ന് ആര് പറഞ്ഞു? എടാ, ഈ ആംഗിൾ ഈക്വലാ, ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ നോക്കിയേ, ഈ സൈഡും ഈക്വല, ഈ ആംഗിൾ ഈക്വല, ഇവനും ഈക്വല. അപ്പം എന്ത് പറയാം? സാർ നോക്കിയേ, റെഡ് ലൈനുകൾ ബ്ലൂ ലൈനിനെ സെയിം ആംഗിളിലാണ് കട്ട് ചെയ്യുന്നത്, അപ്പോൾ പാരലലാ. സിമ്പിൾ. ഓക്കെ, ഇങ്ങനത്തെ ബോറിംഗ് ക്വസ്റ്റ്യൻ പൊതുവെ എക്സാമിന് വരാറില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. SAS പഠിച്ച് വെറുതെ വെച്ചാൽ പോരാ, അത് ഉപയോഗിക്കാൻ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ച 3 സാധനങ്ങൾ. AS നിങ്ങൾ പഠിക്കണ്ട, അതൊരു സ്പെഷ്യൽ കേസാണ്. ഇത് നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നത് SSS, SAS, ASA. ഇത് 3 പഠിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരിക്കലും മറക്കരുത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് 1-2 സില്ലി കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫുൾ ക്ലാസ് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ആ കാര്യം പറയാം. ഓക്കെ, ഇനി ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. വാട്ട് ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ മക്കളെ? വെരി ഈസി. ഒരു ട്രയാങ്കിളിൽ 2 ആംഗിൾ അഥവാ 2 സൈഡ് ഈക്വൽ ആണ് മതി. ഇപ്പം നോക്കിയാൽ ഈ ആംഗിളും ഓക്കെ, ഈ സൈഡ് ഈക്വൽ ആണെന്ന് വിചാരിച്ചോ. ഈക്വൽ എന്ന് വെച്ചാൽ നീളം സെയിം, ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ. ഇനി രസമുള്ളൊരു കാര്യം, ഒരു ഐസോസിലസ് ട്രയാങ്കിളിൽ 2 സൈഡുകൾ സെയിം ആണെങ്കിൽ അതിനോട് ഓപ്പോസിറ്റായ 2 ആംഗിൾ ഇവനും ഈക്വലാണ്. ഈ ആംഗിൾ ഈക്വൽ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ പ്രത്യേകത എഴുതിക്കോ. വാട്ട് ഈസ് ദിസ്? ഐസോസ്ക്ലീസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണത്തിൽ 2 സൈഡ് ഈക്വൽ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റായ 2 ആംഗിൾസ്. നമ്മൾ ഒറ്റയടിക്ക് പറയും സാർ ഇതിന് താഴെയുള്ള എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇവൻ്റെ ഓപ്പോസിറ്റായ ഈ ആംഗിളും ഇവൻ്റെ ഓപ്പോസിറ്റായ ഈ ആംഗിളും ഓക്കെ, അത് രണ്ടും ഈക്വലാണ്, 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, ഇപ്പം നോക്കിയേ, അവർ പ്രൂഫൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൂഫ് നമുക്ക് പഠിക്കണ്ട. ഇഫ് 2 sides of a triangle are equal, their opposite angles are also equal. ഓക്കെ, ഇപ്പം നോക്കിയേ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനൊക്കെ ചിലപ്പോൾ എക്സാമിന് വരും. ഓക്കെ, ഫൈൻഡ് ദി അതർ ആംഗിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ
ഐസോസിലസ് ട്രയാങ്കിൾ, എല്ലാം ഐസോസിലസ് സമപാർശ്വ ത്രികോണങ്ങളാണ്. മറ്റേ ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പം നോക്കിയേ, ഇവിടെ കണ്ടാ നമുക്ക് മനസ്സിലാവും അല്ലേ, ഈ സൈഡും ഈക്വൽ അല്ലേ. അപ്പോൾ ഇവൻ്റെ ഓപ്പോസിറ്റായി ഈ ആംഗിളും ഇവൻ്റെ ഓപ്പോസിറ്റായി ഈ ആംഗിളും, അപ്പോൾ 30 തന്നെ വരും. ഇവിടെ 30 ഇവിടെ 30. ഇനി മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? 30 പോയി. അപ്പോൾ എത്രയാ? 180 ഡിഗ്രി മൈനസ് 13 60. അപ്പോൾ എത്രയാ? 120 ഡിഗ്രി. ഇവിടെ 120 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇവിടെ 40. ഇത് ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും, ഇതും ഈക്വൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക? സാർ ഇതും ഈക്വൽ ആണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി ഇതിൻ്റെ ഓപ്പോസിറ്റായി ഇതുമാണ് ഈക്വൽ അല്ലേ. അത് ഭയങ്കര സിമ്പിൾ. അപ്പോൾ നമുക്ക് ഇവനെ എക്സും വിളിക്കാം. ആ എക്സുകൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? വെരി സിമ്പിൾ. ഈ 3 ആംഗിൾസ് വിച്ച് ഇസ് 40 + x എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 180 ആവണം. ട്രയാങ്കിളിലെ 3 ആംഗിൾ കൂട്ടിയാൽ 180 ആവണം. 40 + x + x എന്ന് പറയുമ്പോൾ 40 + 2x 180 ആവണം. നമുക്ക് 2x കണ്ടുപിടിക്കാൻ, അപ്പോൾ 40 സൈഡ് മാറ്റുക. 40 സൈഡ് മാറ്റിക്കേ. 2x എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി മൈനസ് 40 സൈഡ് മാറ്റുക 40. അപ്പോൾ എത്ര കിട്ടുക? 2x എന്ന് പറയുമ്പോൾ എത്ര? 180 - 40 140. 2x 140 ആണെങ്കിൽ ആ 2നെ എടുത്ത് സൈഡ് മാറ്റും. 2x 140 ആണെങ്കിൽ ഓക്കെ, ഈ 2നെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ x = 140 / 2. മൾട്ടിപ്ലിക്കേഷൻ സൈഡ് മാറുമ്പോൾ ഡിവിഷൻ. x എന്ന് പറയുമ്പോൾ 14ൻ്റെ പകുതി 7, ഒരു 0 അങ്ങനെ തന്നെ വന്നു, 70 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന 2 ആംഗിൾ എത്രയാണ്? ഇവിടെ 70 വരും, ഇവിടെയും 70 വരും. ഈസി. ഓക്കെ, ഇതും നിങ്ങൾ ചെയ്യാം മക്കളെ. ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാത്തൊരു നോട്ട് ചെയ്തോ. ഇങ്ങനെ കാണുമ്പോൾ ഈ സ്ക്വയറാണ് 90 ഡിഗ്രി, അഥവാ റൈറ്റ് ആംഗിൾ ബട്ടക്കോൺ എന്ന് പറയും. ഓക്കെ, ഐസോസിലസ് സംഭവം കൂടി പഠിച്ചു. ഇനി നിങ്ങളുടെ ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പറയുന്ന കാര്യമാണ് വിച്ച് ഈസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, സമചതുര ത്രികോണം. എന്താണ് പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പറയുന്നത് ഈച്ച് ആംഗിൾ ഇസ് 60 ഡിഗ്രി. സി, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എത്ര ഉള്ളൂ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമചതുരം. ഓക്കെ, സമഭുജ ത്രികോണം. ഓക്കെ, സമഭുജ ത്രികോണം. ഒരു ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക? കണ്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രയാങ്കിൾ ആയിരിക്കും, പെർഫെക്റ്റ് ട്രയാങ്കിൾ എന്നൊക്കെ പറയും. ഇതാ എന്താ പ്രത്യേകത? 3 സൈഡും ഈക്വൽ. 3 സൈഡ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിളും ഈക്വൽ. 60 60 60. എന്താ രസം അല്ലേ? 3 സൈഡുകളും ഈക്വൽ, 3 ആംഗിളുകളും ഈക്വൽ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയുമ്പോൾ സെയിം ലെങ്ത് ആണ്. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ അല്ല, ഓൾ ആംഗിൾസ് ആർ ഈക്വലും. അത് 60 ആണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ പറ്റിയിട്ട് ഇതും കൂടി ഒന്ന് പഠിച്ചു വെച്ചു. ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കിയേ, ഇനിയൊരു കാര്യം നോട്ട് ചെയ്തോ. In an isosceles triangle, the perpendicular from the vertex joining the equal sides of the opposite splits the angle in the half. ഭയങ്കര സിമ്പിൾ, ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത് മനസ്സിലാക്കുക, കാണുക, അറിയുക, അത്രേ ഉള്ളൂ. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എടുക്കുക. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഈ 2 ഈക്വൽ സൈഡുകളുടെയും ഇടയിലുള്ള വെർട്ടെക്സ് ഇവനല്ലേ, ബിന്ദുവിനല്ലേ. അവിടെ നിന്ന് ഞാൻ അപ്പുറത്തെ അറ്റത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ഹൈറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ഇത് വരയ്ക്കുകയാണെങ്കിൽ ഈ സൈഡും ഇതും പകുതിയാവും, കറക്റ്റ് മുറിയും. അത് 90 ഡിഗ്രി ആയിരിക്കും എന്നാ പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടുന്ന് ഞാനൊരു 90 ഡിഗ്രി വരയ്ക്കുകയാണെങ്കിൽ ഇപ്പുറവും കറക്റ്റ് മുറിയും. അതിനുള്ള പ്രൂഫ് വരെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പം ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കും, അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിളിൽ ഇവിടുന്ന് വരുന്ന ഹൈറ്റ് ആണെങ്കിൽ മുറിക്കും പകുതിയായിട്ട്. ഓക്കെ, ഈ സംഭവം കിട്ടി. ഇനി ലാസ്റ്റ് ഒരു പെട്ടിയും കൂടി ഉണ്ട്, ഇതും കൂടി നോക്കുക. ഇഫ് 2 angles of a triangle are equal, ട്രയാങ്കിളിൽ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ their opposite sides are also equal. അത് നമുക്കറിയാം. ഇവിടെ 30 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് ഈക്വലാ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് ഈക്വലാ. അപ്പം തന്നെ ഐസോസെലസ് ആണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അതാണ് അവർ പറഞ്ഞു വരുന്നത്. നമുക്ക് തിരിച്ചും മറിച്ചിട്ടും അതറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ 1 angle of the isosceles triangle is 120. What are the other 2 angles? ഒരു കോൺ. അപ്പോൾ നോക്കി, 2 രീതി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആലോചിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയാൽ 1 ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്കൊന്നെങ്കിൽ ഈ 2 ഈക്വലായ ഈ 2 ആംഗിൾ 120 ആവുമെന്ന് ആലോചിച്ച് നോക്ക്. 1 ആംഗിൾ 120. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് 2 120 ആവാൻ പറ്റുമോ? ഇപ്പം തന്നെ നോക്ക്, 120 + 120 എത്രയാണ്? 240. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 240. നമുക്കൊരു ട്രയാങ്കിളിൽ മാക്സിമം എത്രയാണ് പറ്റുക? മാക്സിമം നമുക്ക്
180 പറ്റും. അപ്പോൾ അതല്ല, അപ്പോൾ ആ ഈക്വൽ സൈഡ് അല്ല 120. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി അതൊന്ന് ആലോചിക്കുന്നു. നമ്മുടെ ട്രയാങ്കിൾ എടുക്കുന്നു, ഇവിടെയാണ് 120 ഡിഗ്രി വരിക. ഇവനെ കണ്ടുപിടിക്കണം, വിച്ച് ഇസ് എക്സും എക്സും നമുക്ക് വിളിക്കാം. മറ്റ് രണ്ട് ആംഗിൾസ് ആണ് ഈക്വൽ, അവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി എക്സും എക്സും കണ്ടുപിടിക്കുക. അപ്പോൾ എത്രയാ, 120 ഡിഗ്രി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. 180 ആണ് ആംഗിൾ സം പ്രോപ്പർട്ടി. 120 ഡിഗ്രി പ്ലസ് 2xi, എക്സും എക്സും കൂട്ടിയാൽ 2x. ഈ 2x കണ്ടുപിടിക്കാൻ വേണ്ടി 120 സൈഡ് മാറ്റുക. ഓക്കെ, 2x ഇവിടെ വെക്കുക, 120 സൈഡ് മാറ്റുമ്പോൾ 180 മൈനസ് 120. 2x എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ, 60 കിട്ടി. ഓക്കെ, 2x എന്ന് പറഞ്ഞാൽ 60. ലാസ്റ്റ് സ്റ്റെപ്പ്, ആ 2xൻ്റെ 2 അങ്ങ് മൾട്ടിപ്ലിക്കേഷൻ മാറ്റി ഡിവിഷൻ ആക്കുക. 60 ഡിവൈഡഡ് ബൈ 2, എക്സ് എത്രയാ, 30. ബാക്കി രണ്ട് ആംഗിൾസ് എത്രയാ, 30ഉം ഇവിടെ 30ഉം. കിട്ടിയല്ലോ, ഈസി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇനി ഇതിലെ 1-2 വെറൈറ്റി ക്വസ്റ്റ്യനും കൂടി ഞാൻ എന്താ നടുക്കുന്നെടുത്ത് കാണിച്ചു തരാം. അത് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇയാളാണ് നമ്മൾ ചെയ്യാൻ നോക്കിയാൽ, ഇസ് ദിസ് ക്വാഡ്രിലാറ്ററൽ ബിലോ എ പാരലലോഗ്രാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, പ്രൂഫ് പോലെ, പക്ഷേ മനസ്സിലാക്കണം, ഈക്വൽ ട്രയാങ്കിൾസിലാണ്, തുല്യ ത്രികോണങ്ങളാണ്. SSS, SAS, ASA ഏതൊരെണ്ണം ഉപയോഗിക്കാനുണ്ട് അതൊന്ന് ആലോചിച്ച് വെക്കാം. ഇസ് ദിസ് ക്വാഡ്രിലാറ്ററൽ ബിലോ എ പാരലലോഗ്രാം, സാമാന്തരികമാണോ? സാമാന്തരികമാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം. ആൻഡ് എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസും അതും കൂടി ഉണ്ടല്ലോ നമ്മുടെ പാരലോഗ്രാമിൽ. ഇവനും കൂടി പറഞ്ഞേക്കാം, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. വേറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ ഉണ്ട്, എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഒരെണ്ണം കൂടി പറയട്ടെ, ഇത് നിങ്ങൾ പാരലൽ ലൈൻസ് പഠിച്ചവർക്ക് അറിയാം. എന്താണ്, അഡ്ജേസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. എന്താ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, സപ്ലിമെൻ്ററി. എന്താ പറയുന്നത്, ഇവിടെ അടുത്തടുത്തുള്ള ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണ്. ഈ ആംഗിളും ഈ ആംഗിളും ആഡ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 110. ഓക്കെ, ഇവിടെ 70 ആണെങ്കിൽ ഇവിടെയും 70. അപ്പോൾ അതും കൂടി ഞാൻ വരച്ചത്. ഇത് നോക്കിയേ, ഈ ആംഗിളും ഈക്വൽ, ഈ ആംഗിളും ഈക്വൽ. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, ഇനി അതുപോലാതെ ഈ റെഡും ബ്ലൂ ആഡ് ചെയ്താൽ 180, റെഡും ബ്ലൂ ആഡ് ചെയ്താൽ 180, റെഡും ബ്ലൂ ആഡ് ചെയ്താൽ 180, റെഡും ബ്ലൂ. കാരണം അടുത്തടുത്തുള്ള ആംഗിൾസ് സപ്ലിമെൻ്ററിയാണ്, ലീനിയർ പെയറാണ്. ഓക്കെ, പാരലോഗ്രാമിനെ പറ്റി പഠിക്കാനുള്ള എല്ലാം പഠിച്ചു. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഈ ഒരു സാധനം പാരലോഗ്രാം ആണോ, ഈ ഒരു ചതുർഭുജം സാമാന്തരികമാണോ, ഇതൊന്ന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, ഈ ട്രയാങ്കിളിന് ഈ ട്രയാങ്കിൾ നമ്മൾ എക്സാമിന് എങ്ങനെ സോൾവ് ചെയ്യുക, അങ്ങനെ തന്നെ സോൾവ് ചെയ്യും. ഇവനെ ABCD എന്ന് പേരിടുന്നു. 2 ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ABC നമുക്കൊരു പേരിടാം. ഓക്കെ, ട്രയാങ്കിൾ ADC. ഓക്കെ, ഇങ്ങനെ ഏത് പേരിട്ടോ കുഴപ്പമില്ല. നോക്കിയേ, നമ്മൾ ഈ സൈഡും ഈ സൈഡ് ഈക്വലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, AB ആൻഡ് എന്താണ് CD, ഇങ്ങനെ ഹെഡിങ് എഴുതിയാൽ മതി. ആക്ച്വലി ഇതാണല്ലോ, AB ഇസ് ഈക്വൽ ടു CD. രണ്ടും എന്താ 4 സെൻറ്റിമീറ്റർ ആണ്. രണ്ടും 4 സെൻറ്റിമീറ്റർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവനും ഈക്വൽ. ഒരു ആംഗിൾ കാണാൻ പറ്റും ഭയങ്കര ഈക്വൽ, 35 ഡിഗ്രി. അപ്പോൾ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് എഴുതിക്കോ. ആംഗിൾ BAC ഇസ് ഈക്വൽ ആംഗിൾ ACD. മക്കളെ, ഈ ആംഗിളായ BACയും ഈ ആംഗിൾ ACD രണ്ട് ഈക്വൽ ആണ്, രണ്ടും 35 ഡിഗ്രി ആണ്. ഇനി ഒരു മൂന്നാമത്തെ സൈഡ് നോക്കിയാൽ, ഇവിടെ നോക്കിയാൽ ഒരു സൈഡ് കിട്ടി, ഒരു ആംഗിൾ കിട്ടി, ഒരു എസ്സും കൂടി, SAS കിട്ടുകയാണെങ്കിൽ പണി സിമ്പിളെ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താ ഞാൻ ഇവിടെ കളർ ചെയ്താണ്, എസ് പിങ്ക് കളർ നിങ്ങൾക്ക് കാണില്ല. നോക്കിയാൽ A അതും നിങ്ങൾക്ക് കാണുന്നില്ല, പച്ചകം A. ഇനി ഒരു സൈഡും കൂടി മക്കളെ, ഈ സൈഡ് ഈ ആംഗിൾ, ഈ സൈഡ് എന്താ ഒരു കണക്കൊന്നും തന്നിട്ടില്ല. അപ്പം എന്താ ചെയ്യുക, ആലോചിച്ച് നോക്ക്. ഇതൊന്ന് ശരിക്കും SA, ഇവിടെ എസ് വരാനുണ്ട്. അപ്പം തന്നെ പണി തീർന്നു. 2 ട്രയാങ്കിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ആലോചിച്ച് നോക്ക് മക്കളെ, ഈ AC എന്നുള്ള സൈഡ് ഈക്വൽ ആണോ മറ്റേ ആളായിട്ട്? നോക്കിയേ, AC എന്നുള്ള സൈഡ് ഈ ട്രയാങ്കിളിലുണ്ട്, താഴത്തെ ട്രയാങ്കിളിലുണ്ട്. AC എന്നുള്ള സൈഡ് മേലത്തെ ട്രയാങ്കിളിലുണ്ട്. AC ഈസ് എ കോമൺ സൈഡ്. AC ഈസ് ഈക്വൽ ടു AC എന്ന് എഴുതുക. അതെന്താ ബ്രാക്കറ്റിൽ എഴുതേണ്ടത്, ഇവിടെ കോമൺ സൈഡ് അഥവാ പൊതുവശം. ഇത് കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാൻ പോകുന്ന സാധനം, കോമൺ സൈഡ് അഥവാ പൊതുവശം. അപ്പം നമുക്ക് പറയാം SAS. അപ്പം നമുക്ക് പറയാം ബൈ SAS റൂൾ പ്രകാരം ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC ആർ ഈക്വൽ. ഇനി നമുക്ക് പറയാം എന്താണ്,
സർ 2 ട്രയാങ്കിൾ ഈക്വൽ ആണ്. അപ്പം നമുക്ക് പറയാം ഇതും നോക്കിയാൽ നമുക്ക് പാരലലോഗ്രാം ആണെന്നാ പ്രൂവ് ചെയ്യേണ്ടത്, സമാന്തരികം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 30 ഇത് ഈ സൈഡും ഈ സൈഡും ഈക്വൽ. ഓക്കെ, എ സിയും ഈക്വൽ. അതുകൊണ്ട് നമുക്ക് കഥയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 3 വര വരയ്ക്കാം. ഓക്കെ, 35ൻ്റെ ഓപ്പോസിറ്റും ഈ 35ൻ്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആണ്. കാരണം ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് എന്താ, ഇവിടെ 2 വരാം, ഇവിടെ 2 വരാം. ഓക്കെ, ഇത്രയുള്ളൂ. അപ്പോൾ നമുക്കെന്താ, therefore AD is equal to CD. ADയും CDയും ഈക്വലാണ്. ഓക്കെ, ADയും CDയും ഈക്വലാണ്. ഇനി അതും പോരാ, വേറെ. ഓക്കെ, therefore AD is equal to CD. അതും പോരാ, നോക്കിയേ, ഇവിടെ കോമൺ സൈഡായ ഈ ട്രയാങ്കിളിൽ ഇവൻ നോക്കിയേ, ഇത് ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ബിയും ഈ ട്രയാങ്കിളിൽ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയേ, 2 ട്രയാങ്കിളിലും ഈ സൈഡ് കോമൺ ആണ്. അപ്പോൾ അവൻ്റെ ഓപ്പോസിറ്റ് ഈ ആംഗിളും ഈക്വലാണ്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. ഓക്കെ, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. അത്ര തന്നെ മതി. നോക്കിയേ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, നോക്കിയേ, ഈ സൈഡും ഈ സൈഡ് ഈക്വലാ, ഈ സൈഡ് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയാൽ തന്നെ പാരലലോഗ്രാമേ, അങ്ങനത്തെ ഒരു ക്വാഡ്രാറ്റർ പാരലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആണ്, അപ്പോൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിക്കോളും. therefore it is a parallelogram. അതുകൊണ്ട് ഇതൊരു പാരലലോഗ്രാമാണ്, സമാന്തരികമാണ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ പ്രൂഫ് ക്വസ്റ്റ്യൻസും വരും, കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഏരിയാസ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ ബിലോ. ഓക്കെ, നമ്മൾ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈസിയാണ്. ഇതെന്ത് ട്രയാങ്കിൾ ആണെന്ന് ആദ്യം ആലോചിക്കുക. തിങ്ക് അബൌട്ട് വാട്ട് ട്രയാങ്കിൾ ഇറ്റ് ഈസ്. നമ്മൾ പഠിച്ചൊരു ട്രയാങ്കിൾ എസ് അതൊന്നല്ല. എന്ത് ട്രയാങ്കിൾ? ഈക്വലേറ്ററൽ ആണോ, ഐസോസെലസ് ആണോ, സമഭുജ ത്രികോണമാണോ, സമപാർശ്വ ത്രികോണമാണോ? ഇറ്റ് ഈസ് എൻ ഐസോസെലസ്. 5, 5, 8. അപ്പം ഏരിയയ്ക്ക് നമുക്ക് തൽക്കാലം ഈ ചാപ്റ്ററിലൊരു ഫോർമുലയും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഉണ്ടാക്കാം. എന്തിനാ ഹൈറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്? ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിൾ ഹൈറ്റ് വന്നാൽ, 2 സൈഡിൽ നടക്കുന്ന ഹൈറ്റ് വന്നാൽ ഇറ്റ് വിൽ സ്പ്ലിറ്റ്. ബാക്കി 2 സൈഡിനെ പകുതി ഇവിടെ പകുതി, ഇവിടെ 4, ഇവിടെ 4 ആയി അല്ലേ. 8 സെൻറ്റിമീറ്ററിനെ പകുതിയാക്കി, ഇവിടെ 90 ഡിഗ്രി. ഇനി നമുക്കറിയാം, ഈ ട്രയാങ്കിൾ കണ്ട സെയിം അല്ലേ. നോക്കിയേ, 4, 5 ആൻഡ് ഇത് SAS വെച്ചിട്ട് നോക്കാൻ മനസ്സിലാക്കി. ഈ സൈഡും ഈ സൈഡ് ഈക്വലാണ്, ഈ സൈഡും ഈ സൈഡ് ഈക്വൽ. ഇത് കോമൺ സൈഡ്. SSS വെച്ചിട്ട് 2 ട്രയാങ്കിൾ സെയിമാ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്കെ, അത് വേണം ഞാൻ എഴുതി തരാം. ഇവിടെ നോക്കിയേ, ABCD. അപ്പോൾ നോക്കിയേ, ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ BDC ആർ ഈക്വൽ. കാരണം എന്താണ്? ബൈ SSS. കണ്ടാൽ മനസ്സിലാവില്ലേ? 5, 5 ഈക്വൽ. ഞാൻ ഈ പറഞ്ഞ ഒന്നുകൂടി, 5, 5 ഈക്വൽ, 4, 4 ഈക്വൽ ആൻഡ് ഇത് കോമൺ സൈഡ്. ഈസി. ഓക്കെ, ഇനി 2 ട്രയാങ്കിൾ ഈക്വൽ ആണെങ്കിൽ therefore ഏരിയാസ് ആർ ഈക്വൽ. അപ്പോൾ 2 തുല്യ ട്രയാങ്കിൾ തുല്യ ഏരിയാസും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ഒരു ട്രയാങ്കിൾ പിടിക്കാം. ഒരു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC പിടിക്കാം. നമുക്ക് ലെഫ്റ്റിലുള്ള ഇയാളെ പിടിച്ചോ. ഓക്കെ, ഹാഫ് BH. ഓക്കെ, ഹാഫ് BH കണ്ടുപിടിക്കാം. ഓക്കെ, ഹാഫ് BH ആണ് വരേണ്ടത്. ഏരിയ ഓഫ് ADC കണ്ടുപിടിക്കാൻ വന്നത്. മക്കളെ, ഹൈറ്റ് ഇപ്പോഴും ആർക്കും അറിയില്ല. വാട്ട് ഈസ് ദ ഹൈറ്റ്? പൈത്തഗോറസ് തിയറം. എന്താണ് പൈത്തഗോറസ് തിയറം പറയുന്നത്? ഇവിടെ നോക്കിയേ, ഇവിടെ ഹൈപ്പോട്ടന്യൂസ്, ഇവിടെ 5, ഇവിടെ 4. പൈത്തഗോറിയൻ ട്രിപ്പിളിറ്റ് അറിയുന്നവർക്കറിയാം 3 ആണെന്ന്. പക്ഷേ നമുക്ക് ഇവിടെ H നിടാം. അപ്പോൾ നോക്കിയേ, 4 സ്ക്വയർ പ്ലസ് H² ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ. H² കണ്ടുപിടിക്കണം. 4 സ്ക്വയർ 16 പ്ലസ് H² ഇസ് ഈക്വൽ 25. 16 സൈഡ് മാറ്റിക്കോ. 25 മൈനസ് 16 which is 9. H² 9 ആണെങ്കിൽ H is 3. ഹൈറ്റ് എത്രയാ? 3 സെൻറ്റിമീറ്റർ. കിട്ടി. ഹൈറ്റ് കിട്ടിയാൽ പണി കഴിഞ്ഞു. എന്താണ്? നമുക്ക് ട്രയാങ്കിൾ ADCയിൽ ഫുൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പകുതി ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഫുൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഓക്കെ, ഞാൻ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യുമ്പോൾ നിങ്ങൾ ADC കണ്ടുപിടിക്കുകയാണെങ്കിൽ ഹാഫ് ബേസ് 4 ആണ്. 4 × 3 വരും. ഓക്കെ, അപ്പോൾ എത്ര? 6 കിട്ടും. ഇവിടെ 6 കിട്ടും. അപ്പോൾ 12 കിട്ടും. ടോട്ടൽ കണ്ടുപിടിക്കാം. നമുക്ക് ABC കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC മൊത്തം കണ്ടുപിടിക്കാം. അപ്പോൾ എത്രയാ? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ മക്കളെ? ബേസ് 8 സെൻറ്റിമീറ്റർ മൊത്തം ഉണ്ട്. ഇൻറ്റു ഹൈറ്റ് 3. 8 ഡിവൈഡ് ബൈ 2 4. 4 × 3 എത്രയാ? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ, അഥവാ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ.
അതോടെ ഇതിൻ്റെ ഏരിയ കിട്ടി. അതേപോലെ ഇയാളുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ട്രൈ ദാറ്റ്. ഓക്കെ, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കമൻസിൽ ആൻസർ ഇടുക. കമൻസിൽ ആൻസർ ചെയ്യുക. സെയിം മെത്തേഡാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്യുക, പൈത്തഗോറസ് തിയറം വെച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക, ഹാഫ് BH ഇടുക. ഓക്കെ, ഇത് കമൻറ്റ് ചെയ്യുക. അതോടെ ഈക്വൽ ട്രയാങ്കിൾസ്, തുല്യ ത്രികോണങ്ങളിലെ എല്ലാ ടൈപ്പ് കാര്യങ്ങളും SSS, ASA, SAS കഴിഞ്ഞു, ഐസോസെലസ് ആൻഡ് ഈക്വൽ ട്രയാങ്കിളും കഴിഞ്ഞു. ചാപ്റ്റർ ഇസ് ഓവർ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.